ഇപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ആലപ്പുഴ മുല്ലയ്ക്കൽ ചെറുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ചെറുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലൊരു വിഷമം നിൽക്കുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുന്നേ, അത് ഞാൻ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് എന്താണ്, ചെറുപ്പിന് പോയപ്പം നല്ല തിരക്കാണല്ലോ നമ്മൾ നടന്നു പോകുമ്പോൾ. ഒരു കടയുടെ ഫ്രണ്ടിലായിട്ട് ഒരു പെൺകൊച്ച്, ഒരു 4, 5, 6 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, മുസ്ലിം കുട്ടി എന്താണെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല, വലിയ ഓർമ്മ കിട്ടുന്നില്ല, വർഷങ്ങളായല്ലോ, വിഷമിച്ച് ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുന്ന കണ്ട്. അപ്പം ആദ്യം ഞാൻ ആ കുട്ടിയെ കണ്ട് പാസ് ചെയ്ത് പോയപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇൻ കേസ് വീട്ടുകാരെയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ കുറെ ഇൻസിഡൻസ് ഉണ്ടാകാറുണ്ട് ഈ മുല്ലക്ക ചെറുപ്പനിടയിൽ. അങ്ങനെ ഞാൻ തിരിച്ച് ചെന്ന് ചോദിച്ചു, വീട്ടുകാരില്ലേ കൂടെ, വിട്ടുപോയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി തലയാട്ടി. അപ്പോൾ എനിക്ക് ഫോൺ നമ്പർ വിളിച്ച് പറയാമെന്നുണ്ട്. ആ കുട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറയുന്നില്ല. പിന്നീട് മനസ്സിലായി ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല, മിണ്ടാത്ത കുട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കുറേ നേരം ഞാനും ആ കുട്ടിയും വേറൊരു ആൾക്കാരും കൂടി അവിടെ നിന്നു, ആരെങ്കിലും തിരിച്ചു വരുമോ എന്നറിയാൻ വേണ്ടി. പക്ഷെ ആരും വന്നില്ല. പിന്നീട് എനിക്ക് തോന്നി ഞങ്ങൾ നടന്ന് പാസ് ചെയ്ത് വന്നതിന് മുന്നേ ആയിട്ട് തൊട്ടടുത്ത് തന്നെ കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോയി ഏൽപ്പിക്കാം, അവർ പിന്നെ മാനേജ് ചെയ്യുമല്ലോ. ആ കുട്ടീനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോരാനും എനിക്ക് തോന്നിയില്ല. അങ്ങനെ ആ കുട്ടിയുടെ കൈയും പിടിച്ചോണ്ട് ഞാൻ അങ്ങ് പോലീസുകാരുടെ അടുത്തേക്ക് നടന്നു. അത് നടന്ന് പോലീസ് എത്തുന്നേക്ക് ഒരു 3-4 സെക്കൻഡ് മുന്നേ ഞാൻ കൈ പിടിച്ചിരിക്കുക. എൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റി, അതിൻ്റെ അമ്മയാണോ ആരാണോ കൂടെയുള്ള ടീം ആരോ, 2 പെണ്ണുങ്ങളാണ് ഓടി വന്നത്. കൈ തട്ടി മാറ്റി അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്നെ ഇങ്ങനെ തൊഴുത് കാണിച്ചത്. ഇപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനത് പോലീസിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇനി അവരുടെ മനസ്സിൽ ഞാൻ അതിനെ കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയതാണോ എന്നൊക്കെ ചിന്തയുണ്ടോ. ഇത്രയും വർഷമായിട്ട് ഞാൻ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല. ഞാനിത് കുട്ടീനെ സേഫായിട്ട് പോലീസിനെ ഏൽപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങളുടെ സ്നേഹപ്രകടനം കണ്ടിട്ട് ഞാനും അങ്ങോട്ട് ഇങ്ങനെ അടച്ചിങ്ങനെ പിടിച്ചു നിന്നുപോയി. അതുങ്ങൾ കൈ കൂപ്പി അതിനെയും കെട്ടിപ്പിടിച്ച് ഓടി. 2 പെണ്ണുങ്ങളാണ് വന്ന് പിടിച്ചത്. അതുങ്ങൾ ആരാന്ന് എന്താണെന്നറിയത്തില്ല. മുസ്ലിംസ് ആയിരുന്നെന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ല ഓർമ്മയും കിട്ടും. പെൺകുട്ടിയായിരുന്നു, സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടിയായിരുന്നു, ഒരു 4, 5, 6 വയസ്സ്. ഇനി ആ കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എടുത്തോണ്ട് പോയ ചേച്ചിമാരാരെങ്കിലും അല്ലെങ്കിൽ ഈ കഥ അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ മനസ്സിലാക്കാൻ ഞാൻ സത്യമായിട്ടും പോലീസിനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം ജസ്റ്റ് ഇതിനാണ് അവർ വന്ന് കൈ തട്ടി മാറ്റിയത്. അപ്പം കൈ തട്ടി മാറ്റി അവരൊന്നും മിണ്ടാതെ പോയപ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം. അവരുടെ മനസ്സിൽ എന്താണ് ഞാനെന്നൊരാൾ എന്തായിട്ട് അവർ ക്രിയേറ്റ് ആയോ എന്നൊരു ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എപ്പോഴും ചെറുപ്പം വരാന്നേരം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുവാണെങ്കിൽ ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഞാൻ ഇന്നസെൻ്റ് ആണ്, ഞാൻ നല്ലൊരു കുട്ടിയാണ്.